എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലിൻ്റെ, ഒരു ശാന്തതയുടെ, ഒരു സമാധാനത്തിൻ്റെ ദിവസമായി ഇന്ന് മാറുവാൻ നമുക്ക് ഒരുമനപ്പെട്ട് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ഇപ്പോൾ തിരുസന്നിധിയിൽ കണ്ണുകൾ അടച്ച് ധ്യാനിക്കുന്ന നമ്മൾ അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ തമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ അവനെ സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ പ്രാർത്ഥനയിൽ ഉടനീളം വ്യാപിക്കട്ടെ. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമനപ്പെട്ട് നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 56-ാം വാക്യം. നിങ്ങൾ ഏതാത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കുവാനല്ല, രക്ഷിക്കുവാനത്രേ വന്നത് എന്ന് പറഞ്ഞ് അവൻ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. തമ്പുരാനെ, മദ്യവും മയക്കുമരുന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു ലോകത്തിലാണ് അടിയങ്ങൾ ആയിരിക്കുന്നത്. ഞങ്ങളുടെ തലമുറകളിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്റെ ആത്മാവിനെ തമ്പുരാനെ നീ അവിടുന്ന് പകർന്നു നൽകണമേ. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് വിശുദ്ധ യോഹന്നാൻ 16-13 വാക്യത്തിൽ കൂടി ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പാ പിതാവേ, നിന്റെ ആത്മാവിനെ ഈ തലമുറകളിൽ ഒന്ന് പകരണമേ. നിന്റെ പ്രമാണങ്ങളെ അവരെ പഠിപ്പിക്കണമേ. രക്ഷയുടെ നിന്റെ പ്രമാണം അടിയങ്ങളുടെ രക്ഷയ്ക്കായിട്ടാണ് നീ വന്നത് എന്ന് പൂർണ്ണ മനസ്സോടെ അടിയങ്ങൾ വിശ്വസിക്കുന്നു. യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഞങ്ങളുടെ പുതുതലമുറകൾക്ക് തമ്പുരാനെ നീ ഒരു രക്ഷയുടെ ദുർഗമായിരിക്കണമേ. ഞങ്ങളുടെ തലമുറകൾ ഞങ്ങൾക്ക് കണ്ണുനീരിന് പാത്രമായി തീരാതെ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ, വളർച്ചയിൽ സന്തോഷം കണ്ടെത്തുന്ന മാതാപിതാക്കളായി, കുടുംബങ്ങളായി, വ്യക്തികളായി അടിയങ്ങൾ തീരുമാറാകണമേ. ഈ ലോകമാകുന്ന കൂട്ടുകെട്ടുകളിൽ നിന്നും, അന്ധകാര ശക്തികളിൽ നിന്നും തമ്പുരാനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാതെ നീ അവിടുന്ന് കാത്തു പരിപാലിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ അനുതാപത്തിൻ്റെ സ്വരം കേട്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഉത്തരമരളി. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തമ്പുരാനെ നീ അവിടുന്ന് മറുപടി നൽകിയതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കരയേറ്റുന്നു. ആമേൻ.